ഞാൻ എടുത്തേക്ക് പോകുന്നെങ്കിൽ വിചാരിക്കുന്നുണ്ടാവില്ലേ ബാഗിലെടുത്തിട്ട് ഇവളെ എടുത്തേക്ക് പോയി പോകുന്നതെന്ന്. ഞാൻ പോകുന്നത് എൻ്റെ ഹസ്ബൻഡ് പൊരിക്കേക്കിട്ടാ. അപ്പൊ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും നടന്നിട്ട് പോകേണ്ട അത്ര ദൂരേ ഉള്ളൂ എന്ന്. അല്ല ഗൈസ്, നടന്നിട്ട് പോകേണ്ട ദൂരമല്ല ഗൈസ്, കുറേ ഉണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ട് വേണം എൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കാസർഗോഡാണ് ഗൈസ്. എൻ്റെ പുറക്കുന്ന അത്ര എൻ്റെ ദൂരം കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അതുകൊണ്ട് ഞാൻ നടന്നിട്ട് വന്നിരുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം ഗൈസ്, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് ഗൈസ് പോകുന്നത്. എനിക്ക് ഇഷ്ടം അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഞാൻ അധികം, എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് അധികം ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണം എന്നല്ല. ഈ വീഡിയോസിൽ റീൽസിൽ കാണുന്നില്ലേ സോളോ ട്രിപ്പൊക്കെ പോകുന്നത്, അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾ ഗൈസ് ഞാൻ. പിന്നെ ഇല്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാകും ട്രെയിൻ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ തല കറങ്ങുന്നത്? എനിക്കുണ്ട് ഗായ്സ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അതെനിക്ക് എപ്പോഴും തന്നെയാണ്. ഞാൻ അങ്ങനെ നോക്കിയിരിക്കൽ, പക്ഷെ എനിക്കങ്ങനെ സീറ്റ് കിട്ടിയിട്ടില്ല. നേരെ ട്രെയിൻ പോകുന്നതിൻ്റെ ആ ഭാഗത്ത് തന്നെയുള്ള സീറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല ഗായ്സ്. അങ്ങനെ പറഞ്ഞ് ഞാൻ കാസർഗോഡ് എത്തി ഗായ്സ്. ഞാനിപ്പോൾ കാസർഗോഡ് വന്നതിന് ഒരു റീസൺ ഉണ്ട്. അതെന്താ അറിയോ, ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരുന്നത്. നൈറ്റാണ് ഫംഗ്ഷൻ. ഞാൻ എത്തിയിട്ടുള്ളത് ഈവനിങ്, വൈകുന്നേരം ഒരു 5 മണി ആകുമ്പോൾ ഞാൻ പുറത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോയിൽ പോകുന്നുണ്ട്. ഈ ഓട്ടോയിൽ കയറിയിട്ട് കുലുങ്ങി അല്ലെങ്കിൽ തലകറക്കം തലവേദനയായിട്ട് ഞാൻ എത്തിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോ കിട്ടിയിട്ടാ. ഓക്കെ ബൈ.